എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് മാത്രം ഇനി സ്വന്തം ഉറപ്പിക്കാം. നിങ്ങളിൽ നിന്നൊരിക്കലും അവർ പിരിഞ്ഞു പോകില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പിങ്ക് പുഷ്പം പൈലായി സ്വീകരിച്ചൊരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് ഒരുപാട് നിരാശ ഉണ്ടായിരുന്നു. ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. ആ വ്യക്തി പരാജയപ്പെടുമോ നിങ്ങളെ സംബന്ധിച്ച്? ആ വ്യക്തി നിങ്ങളോട് യാതൊരു തരത്തിലുള്ള നന്ദിയും കാണിക്കാതെ പുറത്തിരിഞ്ഞു പോകുമോ എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹമൊന്നും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആ വ്യക്തി കാണിക്കാറുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചൊന്നും കൂടുതലായി കാണിക്കാനുമില്ല. ആ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് കാത്തുവെച്ചത്, നിങ്ങൾക്കായി കരുതി വെച്ചത് സ്നേഹം മാത്രമാണ്. ഒരുപാട് സ്നേഹം നിങ്ങൾക്കായി കരുതി വെച്ചൊരു വ്യക്തിയും കൂടിയാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോയത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഒരുപാട് കുഴപ്പങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചതാണ് ആ വ്യക്തി. നിങ്ങൾക്ക് മുഖം നൽകാതെ നിങ്ങളിലേക്ക് പുറംതിരിഞ്ഞുകൊണ്ട് ആ വ്യക്തി കടന്നു പോകുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. കാരണം ആ വ്യക്തി പോയാൽ നിങ്ങളെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതുമല്ല ആ വ്യക്തി തിരിച്ചു പോകുന്നത്. ആ വ്യക്തിയെ വഴി അരികിൽ വെച്ച് ഉപേക്ഷിക്കാനോ ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ വെച്ച് ഇനി ആ വ്യക്തി വേണ്ടെന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചു പോയി. ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചോ അതിനേക്കാൾ 100 ഇരട്ടിയായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധിപൂർണമായ അവസരങ്ങൾ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം സ്ട്രോങ് ആയിട്ട് പോകാൻ, ശക്തമായിട്ട് പോകാൻ സാധിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്തും. നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് ആ വ്യക്തി. അതിലൊരു ഭയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈശ്വരൻ നൽകിയതാണ് ആ വ്യക്തി. അല്ലെങ്കിൽ ഇത്രയൊന്നും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകില്ലായിരുന്നു. നിങ്ങൾ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന തോന്നലുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ തോന്നലിലൊന്നും പ്രസക്തി ഉണ്ടായിരുന്നില്ല. ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ആ വ്യക്തിയുടെ സ്നേഹത്തിന് ആഴമുണ്ട്, ആ വ്യക്തിയുടെ സ്നേഹത്തിന് പരപ്പുണ്ട്. ആ വ്യക്തി മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട്, ഏത് പ്രതികൂല സാഹചര്യത്തെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉറച്ച് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തി എന്നെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അടുത്തതായിട്ട് സൂര്യകാന്തി പുഷ്പം പൈലായി സ്വീകരിച്ചൊരു റീഡിങ് പറയാം. ഒരു പരീക്ഷണം തന്നെയായിരുന്നു നിങ്ങളുടെ ജീവിതം. സ്നേഹിച്ചവരാരും തിരിച്ച് സ്നേഹിക്കാതെ കടന്നുപോയൊരു ജീവിതം. ഇതുവരെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. എല്ലാവരും കാര്യസാധനങ്ങൾക്ക് വേണ്ടി, കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രം സ്നേഹിച്ചു, കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്ത് വന്നു. നിങ്ങൾക്ക് സ്വതന്ത്രമായൊരു സ്നേഹമോ ഒരു സംഭാവന ചെയ്തില്ല. നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും അവർ നൽകിയതുമില്ല. നിങ്ങൾക്കൊന്നും നൽകാതെയും നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാതെയും
ആ വ്യക്തി കടന്നു പോയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ടായി. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി, എൻ്റെ മനസ്സിൽ ഞാൻ എന്നെന്നും കരുതി വെച്ച ഒരാൾ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കാതെ പോകുന്നു, എന്തുകൊണ്ട് എന്നെ പരിഗണിക്കാതെ പോകുന്നു, ഞാൻ ആർക്കു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്, ആ ആൾ എന്നെ ഇഷ്ടപ്പെടാതെ പോയാൽ എൻ്റെ അവസ്ഥ എന്താകും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾ ഭയപ്പെട്ടിരുന്നു, എല്ലാവരും എന്നെ പറ്റിച്ചതുപോലെ ആ വ്യക്തി എന്നെ പറ്റിച്ചു പോകും, എല്ലാവരും എന്നെ വഞ്ചിച്ചതുപോലെ ആ വ്യക്തി എന്നെ വഞ്ചിച്ചു പോകും, ഞാൻ നൽകിയ സ്നേഹം മുമ്പ് പലപ്പോഴും ആളുകൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു പോയതുപോലെ ഈ വ്യക്തിയും എന്നെ ഇല്ലാതാക്കി പോകുമോ? ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം, ആത്മാർത്ഥത, അതിന് ശക്തമായൊരു ആഴമുണ്ടായിരുന്നു. ശക്തമായൊരു ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ വ്യക്തിയുടെ സ്നേഹത്തെ മറികടക്കാൻ ഒരു സ്വാർത്ഥതക്കോ ഒരു മനസ്സിൻ്റെ മാറ്റത്തിനോ സാധിക്കില്ല. മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഏത് പ്രതികൂല സാഹചര്യവും തരണം ചെയ്തുകൊണ്ട്, ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ചിലവഴിക്കാനും നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് നിൽക്കാനും ഒക്കെ ആ വ്യക്തി ഉണ്ടാവും. നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണത്. നിങ്ങൾക്ക് ചില തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമല്ലേ? ആ വ്യക്തി എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നില്ലേ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയാണത്, നിങ്ങളെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണത്, നിങ്ങൾ മാത്രം എന്ന ചിന്തയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണത്. എന്നെന്നും ഉണ്ടാവുക ആ വ്യക്തി നിങ്ങൾക്കൊപ്പം, എന്നെന്നും നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത്, എന്നെന്നും നിങ്ങൾക്കൊപ്പം നിലനിന്ന് ആ വ്യക്തി ഉണ്ടാകും. ആ വ്യക്തിയും ആഗ്രഹിക്കുന്നത് അതാണ്, നിങ്ങളോടൊപ്പം സന്തോഷകരമായൊരു ജീവിതമാണ്. ചില ആളുകൾ നിങ്ങളെ വഴിതെറ്റിപ്പിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ കാര്യത്തിൽ. ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവരുടേതായ ചില ആവശ്യങ്ങളുണ്ട്. അവർക്ക് നിങ്ങളെ രണ്ടാക്കി മാറ്റണം. അവർക്ക് നിങ്ങളെ രണ്ട് ധ്രുവങ്ങളിലാക്കണം. അങ്ങനെ അവരാഗ്രഹിക്കുന്നതൊന്നും നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായി ആ ചിന്തയോടെ, ആ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്കൊപ്പം ആ വ്യക്തിയുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.